കർഷകനെ സംബന്ധിച്ചോളം അത് ലാഭനഷ്ടമില്ല. ഒരിക്കലും ലാഭനഷ്ടം നോക്കി കൃഷി ചെയ്യാൻ നോക്കിയാൽ ഇവിടെ ആരും കഞ്ഞി കുടിക്കില്ല. ഈ പച്ചക്കറി തുടങ്ങിയിട്ട് തുടർച്ചയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 40 വർഷം. നമസ്കാരം. ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ നടത്തറയ്ക്കടുത്തുള്ള ചേരുംകുഴി എന്ന പ്രദേശത്താണ്. ഇവിടെ ഒരു കുന്നിൻ്റെ മുകളിൽ വിശാലമായ ഒരു കൃഷിയിടം. പരമ്പരാഗതമായി കൃഷി ചെയ്തു വരുന്ന ജോർജ് വട്ടനിരപ്പേൽ ഒപ്പം ബിജു, ഇവരെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം ചേട്ടാ, ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത്? നമ്മുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ചേരുംകുഴി എന്ന് പറഞ്ഞ ഒരു കാർഷിക മേഖലയാണ്. അപ്പോൾ ഇവിടെ ഒട്ടനവധി കർഷകർ കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ് ചേരുംകുഴി. പടവലം, പാവല്, ചൊരയ്ക്ക, പീച്ചിൽ, കുക്കുംബർ, വാഴ, വിവിധതരം കൃഷികൾ ചെയ്യുന്ന മഞ്ഞൾ, ഇഞ്ചി ചെയ്യുന്നൊരു വലിയൊരു കുടിയേറ്റ പ്രദേശം കൂടിയാണ് ഈ ചേരുംകുഴി, വട്ടപ്പാറ തുടങ്ങിയ സ്ഥലങ്ങൾ. അവിടെ നമുക്ക് ഇപ്പോൾ അവിടെ നിങ്ങൾ എന്നെ കാണാനും പരിചയപ്പെടാനുമുള്ള ഈ പ്രധാന കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൂച്ചട്ടിയിലാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്, കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ തൊട്ടടുത്തുള്ള ചേട്ടൻ അവിടെ ചെമ്പൂക്കാവിലുള്ള തൃശ്ശൂർ കൃഷിഭവൻ്റെ കീഴിലുള്ള ചന്തയിൽ ഞാൻ അടുത്തുള്ള ചെറിയ ചെറിയ കടകളിൽ കൊടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു ഇവിടെ നല്ല വില കിട്ടും, കൊണ്ടുവന്നോളൂ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞാനും വൈഫും പച്ചക്കറിയായിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൃഷി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മോഹൻ റോയ് എന്ന് പറഞ്ഞ മുണ്ടയ്ക്കൽ അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹം സൗജന്യമായിട്ട് നമുക്ക് വൈദ്യുതിയും സ്ഥലമൊക്കെ ഒരു പാട്ടം പോലും വാങ്ങാതെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നത് എവിടെയാ? നടത്തറ. അത് നമ്മൾ ആദ്യം ചേന അവിടെ കൃഷി ചെയ്യുന്നത് ചേന, കോവല്, പടവലം അവിടെ ചെയ്യുന്നു, വാഴ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും മുന്തിയ വില ഫ്രഷ് കർഷകർക്ക് ഒരു കർഷകനെന്ന നിലയ്ക്ക് നല്ല വിലയും അതുപോലെ ഉപഭോക്താക്കൾ നല്ല ക്വാളിറ്റിയുള്ള സാധനവും ലഭ്യമാകുന്നൊരു സ്ഥലമാണ് തൃശ്ശൂർ കൃഷിഭവൻ്റെ കീഴിലുള്ള ഈ വീക്കിലി മാർക്കറ്റ് ചെമ്പൂക്കാവിൽ. ചൊവ്വയും വെള്ളി ദിവസങ്ങളുള്ളത്. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വന്ന് കഴിക്കാം. അമിതമായ രാസവളമോ അമിതമായ കീടനാശിനിയോ ഉപയോഗിക്കാതെ പരമ്പരാഗത പാരമ്പര്യ കൃഷിയാണ് ബഹുഭൂരിപക്ഷം ഉള്ള ചെയ്യുന്നത്. എൻ്റെ മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു 10 കെട്ട് ചീര ഉണ്ടെങ്കിൽ നമ്മളത് ചീര കൊണ്ടുപോകും. ഒരു 2 കിലോ വഴുതണി ആരെങ്കിലും തന്നാൽ അടുത്ത കർഷകരുടെ അത് കൊണ്ടുപോകും. പിന്നെ വെണ്ട ഒരു 5 കിലോ ആരെങ്കിലും തന്നാൽ അതെല്ലാം തൊട്ടടുത്തുള്ള കർഷകരുടെ ഈ ഭാഗത്തു നിന്നൊക്കെ പച്ചക്കറിയായിട്ടാണ് വണ്ടിയിലാണ്. അതായത് മുഴുവൻ കൃഷി എൻ്റെ സ്വന്തമല്ല, അതെല്ലാം അവിടെ കൊണ്ടെത്തിക്കുകയും നല്ല വില കിട്ടുന്നുണ്ട്. അതനുസരിച്ച് ആനുപാതികമായ വില കർഷകർക്കും നമ്മൾ കൊടുക്കും. ഇപ്പൊ പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്യുന്നു പറഞ്ഞു അപ്പച്ചൻ അല്ലേ? അപ്പച്ചനുള്ള ഞാനൊക്കെ വർഷങ്ങളായിട്ട് എൻ്റെ അപ്പച്ചനൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് അതിന് കൃഷി തന്നെയാണ് പ്രധാനമായിട്ടും. എന്തൊക്കെയായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്? ഞങ്ങൾക്ക് ആദ്യം വയലായിരുന്നു. വയൽ കൃഷി, നെല്ലും വാഴ അങ്ങനെയുള്ള ഇഞ്ചി അങ്ങനെയുള്ള കൃഷികളായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഈ കൃഷിയിലേക്ക്. എങ്ങനെയുണ്ട് പച്ചക്കറി? ലാഭകരമാണോ? എങ്ങനെ പോകുന്നു? അല്ല, കർഷകനെ സംബന്ധിച്ചോളം അത് ലാഭനഷ്ടമില്ല. ഒരിക്കലും ലാഭനഷ്ടം നോക്കി കൃഷി ചെയ്യാൻ നോക്കിയാൽ ഇവിടെ ആരും കഞ്ഞി കുടിക്കില്ല. അതാണ് സന്തോഷം. മെയിനായിട്ട് ലാഭനഷ്ടം നോക്കിയിട്ട് കൃഷി ചെയ്താൽ, കണക്ക് പുസ്തകത്തിൽ വരവും ചെലവും എഴുതി കണക്ക് ചെയ്താൽ കൃഷി ചെയ്താൽ നമ്മുടെ നാട്ടുകാരൊന്നും പച്ചക്കറിയൊന്നും കഴിക്കില്ല. അങ്ങനെയാണ് കർഷകന്റെ അവസ്ഥ. ഇവിടെ എത്ര പേരുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ, സഹായിക്കാൻ എത്ര പേര്? സഹായിക്കുന്ന വെച്ചാൽ പ്രധാനമായിട്ട് നമ്മുടെ ലേബേഴ്സ് ഇവിടെ അടുത്തുള്ളവർ, അവരൊക്കെ കർഷകരാണല്ലോ. അപ്പോൾ ആ ചേച്ചിയൊക്കെ നന്നായി പാവലിട്ടിരിക്കുന്ന ചേച്ചിയാണ്, ഒരു കർഷകരാണ്. അവരും ചെയ്യും, നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇതിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ? എന്താ മെയിൻ ആയിട്ട് നിലവിലെന്ന് വെച്ചാൽ ഇത് ഈ മഴ പെയ്യുമ്പോൾ ഇതിന്റെ ഇലയിലൊരു ഇല പഴുക്കും. ഇല പഴുത്തു കഴിഞ്ഞാൽ ഈ പടവലത്തിന്റെ വന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിൽ അപ്പോൾ അവിടെ ഒരു മഞ്ഞ കളർ വരും, അത് കേട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇല നുള്ളി കളയുന്നത്. അങ്ങനെ ഒരു തരം പഴുത്ത ഇലയിലേക്ക് നുള്ളി ചെടി, അതായത് ചെടിയെ ഫ്രഷ് ആയിട്ട് നിലനിർത്തുക. പന്തൽ. ഇത് ഏത് ഇനം പടവലങ്ങ? ആവണി. സാറേ, നമുക്ക് ആദ്യ കാലത്ത് കിട്ടിക്കൊണ്ടിരുന്നത് വൈറ്റ് ആൻഡ് ഷോർട്ടാണ്. അത് നല്ല ഈൽഡിങ് കിട്ടി. അപ്പോൾ അവരത് ഉൽപ്പാദനം നിർത്തി. വിത്ത് ആവണി എന്ന് പറഞ്ഞാൽ അതിനൊരു വര കാണും, നമ്മൾ ഒത്തിരി കുറച്ചുകൂടി മൂത്തുള്ള ഒരു വരയുണ്ട് ഇതിന്. മറ്റേത് പറഞ്ഞാൽ വൈറ്റ് ആൻഡ് ഷോർട്ട് പറഞ്ഞാൽ ഫുള്ള് വെള്ള കളറായിരിക്കും. അത് മാറി ഇപ്പോൾ ഒരു ആവണി എന്ന് പറഞ്ഞ ഇനമാണത്. പിന്നെ ഈ പറയുന്ന താഴെ കാണുന്ന ചൊരയ്ക്ക, അതൊക്കെ ഏത് ഇനമാണ്? അത് ഗോൾഡൻ എന്ന് പറഞ്ഞൊരു ഇനമാണ്. ഗോൾഡൻ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇഞ്ചി, മഞ്ഞളാണ് ഈ കാണുന്ന ധാരാളം. ഇഞ്ചി, മഞ്ഞൾ. അതായത് എല്ലാ സമയത്തും ഈൽഡ് കിട്ടുന്ന പോലെയാണ് നിങ്ങൾ കൃഷി പ്ലാൻ ചെയ്യുന്നത്? അതായത് നമുക്ക് ഇവിടെയൊക്കെ മഴയെ ആശ്രയിച്ച് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം ഡിസംബർ ആകുമ്പോഴേക്കും ഇവിടുത്തെ കൃഷി കഴിയും. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രാസവളമല്ല,
സ്ലറിയാണ്, ചാണക സ്ലറി. ചാണകവും കടലപ്പിണ്ണാക്കും അതിൻ്റെ കൂടെ നമ്മൾ ഈ ഇതിൻ്റെ കമ്പോസ്റ്റ് ശീമക്കൊന്ന ഇലയും കൂടി ഇട്ട് പുളിപ്പിച്ച് അത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് പരമാവധി ഉപയോഗിക്കും. വളം ഉപയോഗിക്കുന്നത്, രാസവളം ഉപയോഗിക്കുന്നത് വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ രാസവളത്തിൻ്റെ വില അനുസരിച്ച് നമുക്ക് കൃഷി ചെയ്താൽ ഒന്നും കിട്ടാണ്ടാവില്ല. ഒരുപാട് കർഷകർ ഇങ്ങനെ വളരെ വിപുലമായൊക്കെ കൃഷി ചെയ്യാൻ പലപ്പോഴും പല തടസ്സങ്ങൾ കൊണ്ട് ഒന്ന് വിമുഖത കാണിക്കും. അപ്പൊ അവരോടൊക്കെ ചേട്ടൻ എന്താ പറയാനുള്ളത്? അല്ല, കൃഷി ഒരിക്കലും നഷ്ടമല്ല. കൃഷി അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, എപ്പോഴെങ്കിലും ചെയ്യും. അത് വിദ്യാഭ്യാസമോ പ്രായമോ ഒന്നും ഇതിന് ബാധകമല്ല. മനസ്സാണ് ഒരു ഇത് വേണ്ടത്. പിന്നെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ, ജലസേചനം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ജലസേചനം ഇത് മഴയെ മാത്രം ആശ്രയിച്ച കൃഷിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എല്ലാവരും കടന്നു വരുന്നുണ്ട്, ഒരുപാട് കർഷകർ ചെറുപ്പക്കാരൊക്കെ കൃഷിയിലേക്ക് കടന്നു വരുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ഇതിൽ കടന്നു വരണം. അപ്പോൾ എങ്കിൽ മാത്രമേ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന നമുക്ക് നിർത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്ക് അതിന് സർക്കാർ ഒരു സപ്പോർട്ടും വേണം. ഈ ത്രിതല പഞ്ചായത്തിൻ്റെയൊക്കെ സപ്പോർട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ചെറിയൊരു സാമ്പത്തിക സഹായത്തിൻ്റെ കുറവ് കാണുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല. KSRTC ജീവനക്കാരനാണല്ലേ? അതെ അതെ. അപ്പൊ എപ്പോഴെങ്ങനെ സമയം കിട്ടണം ഈ കൃഷി കൂടി കൊണ്ടുപോകാൻ? എൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസമാണ് എനിക്ക് ഡ്യൂട്ടി. അപ്പോൾ അതിനിടയിലുള്ള സമയങ്ങളിൽ ആണ് ഇതൊക്കെ സമയം കണ്ടെത്തുന്നത്. ബാക്കിയുള്ള ദിവസം നമ്മൾ കൃഷി ചെയ്യും. കൃഷിയിലും പണിക്കാരെ വയ്ക്കും, ഞാനും സ്വന്തമാക്കിയിട്ട് ചെയ്യും. പ്രധാനമായിട്ടും പടവലം ഇതാണ് കൂടുതൽ ഈൽഡ് കിട്ടുന്നതൊക്കെ. പടവലം, ചൊരയ്ക്ക, വാഴ, കോവല്, അതാണ് പന്തൽ കൃഷിയായിട്ട് വ്യാപകമായി നമുക്ക് കിട്ടുന്ന സാധനം. ഇതാണ് നമ്മുടെ ജോർജ് വട്ടനിരപ്പിൽ. എത്ര വർഷമായി സജീവമായി കൃഷി ചെയ്യുന്നു ചേട്ടാ? 40 വർഷം. 40 വർഷമായി. ഇതിപ്പോ ഇതിന്റെ ഇടയിൽ കൂടെ പയർ വെച്ചിരിക്കുക അല്ലേ? ഇങ്ങനെ പയറ്. അപ്പൊ ഇത് പടവലങ്ങ കഴിയുമ്പോഴേക്ക് പയർ കായ്ച്ചു തുടങ്ങും. അപ്പൊ ഇതിലേക്ക് തന്നെ പടർത്തും. ഇതേ പടർത്താനായിട്ട്. അപ്പൊ അങ്ങനെ ഓരോ മഴയും അതിന്റെ ഒരു കാലാവസ്ഥയൊക്കെ നോക്കി നിങ്ങൾ മാറി. അതെ. ഇതിപ്പോ എത്ര സമയം കിട്ടും ഈ പടവലത്തിൽ? ഇതൊരു 3 മാസം. ചൊരയ്ക്കുക അത്ര 3 മാസം കിട്ടും. ഏറ്റവും ലാഭകരമായ ഒരു കൃഷി എന്ന് പറഞ്ഞാൽ ഏതാ ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും? ലാഭകരമായിട്ടുള്ള കൃഷി എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ ചതിക്കാതിരുന്ന കുഴപ്പമില്ല, കേടും വരാതിരിക്കും. അപ്പൊ ഒന്നും കുഴപ്പമില്ല. അത് കുഴപ്പമുണ്ടായില്ല, പണിക്കൂലി കിട്ടും. പിന്നെ ഇപ്പൊ പണിക്കാശ് ഭയങ്കരമായിട്ട് കൂടിയില്ലേ. നമ്മള് 24 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ ഇതിൽ നിന്ന് അല്ലേ ഒന്നും കിട്ടിയല്ല, കൃഷി നഷ്ടമായി മാറും. നിങ്ങൾ എവിടുന്ന അപ്പൊ ശരിക്കും നാട് കോട്ടയം. അവിടുന്ന് ഇവിടെ വന്ന് കോട്ടയം കടുത്തുരുത്തി. അങ്ങനെ ഇവിടെ കൃഷി ചെയ്യുന്നു. അതെ, എനിക്ക് 4 വയസ്സുള്ളപ്പോൾ വന്നതാണ്. ഈ പച്ചക്കറി തുടങ്ങിയിട്ട് തുടർച്ചയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 40 വർഷമായിട്ട്. ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ നമ്മൾ ഇന്ന് കണ്ടത് തൃശ്ശൂർ ജില്ലയിലെ നടത്തറയ്ക്കടുത്തുള്ള ചേരുംകുഴി എന്ന പ്രദേശത്തെ ഒരു വിശാലമായ കൃഷിയിടമാണ്. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.